മൈക്ക് ഓൺ ആൻസറിങ് സാർ. ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. പിന്നെ കോപ്പ് സ്വർണത്തിന് കൊടുക്കത്തെ വില കിടക്കുമ്പോൾ ആ പൂ അത് ഇട്ടോണ്ട് തന്നെ ഉണ്ടാക്കണ മാർക്കറ്റിലേക്ക് ആ പെണ്ണുമ്പിളക്ക് അടിച്ചുകൊണ്ട് എന്റെ ഭാഗ്യം. അല്ലാതെന്താ? സുഗുണൻ സാറല്ലേ? അതെ. ഹൈ, കൂടെ പറൂരുണ്ടോ? അതവിടെ നിന്നോളും. അവള് സാറിന്റെ സാധനം ഒന്നും കേടാക്കില്ല. ദേ, പച്ചയ്ക്ക് തന്നെ വേണോന്ന് പറയരുത്, എനിക്ക് പറ്റില്ല. വേഗം ആയിക്കോട്ടെ സാറേ, എനിക്ക് 1 മണിക്കൂറിനകം പോണം. തുടങ്ങാം. അതെ, കുളിക്കണം. ചെയ്ത് ശീലാത്ത കാര്യം ചെയ്യണ്ട. വേറെ നല്ല ടൂറിസ്റ്റ് ഹോം ഒന്നും കിട്ടിയില്ലേ? ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. ഷെറാട്ടനുണ്ട് ഹോട്ടൽ. ദുബായ് വരെ ഒന്ന് പോണം. 1 മണിക്കൂറത്തേക്ക് ഞാൻ അലാറം വെച്ചിട്ടുണ്ട്. അത്രയും സമയം വേണോ? ഒരു 15 മിനിറ്റ് മതിയായിരിക്കും അല്ലേ? അത് നീയാണ് തീരുമാനിക്കണേ. ഓ, സാർ 1 മണിക്കൂർ തന്നെ എടുത്തോ. അപ്പൊ ഈ ഞരമ്പോ അത് അവിടെ എങ്ങാനും ഇരുന്ന് കളിച്ചോളും. ആ കൊച്ചവിടെ നിൽക്കുമ്പോ എന്നെ കൊണ്ടൊന്നും മറ്റൊരൊന്നും പറ്റില്ല. വാ, മോളകത്ത് പോയിരുന്ന് പഠിച്ചോ. എന്നാ തുടങ്ങാ. നീ ഇത് വന്നപ്പോ തൊട്ട് തുടങ്ങാന്ന്. ഇതെന്താ വല്ല കുഴിപ്പന്തി കളിയാ? ഒന്ന് പതുക്കെ വായിക്കടി. ഇനി എന്താ? നിനക്ക് വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ? ഒരുമാതിരി വർത്താനം പറയരുത്. വിളിച്ചെന്തിനാന്ന് വെച്ചാ അത് കഴിഞ്ഞ് എന്നെ അങ്ങ് വിട്. എന്താ വേണ്ടേ? എനിക്ക് ഒന്നും തോന്നണല്ലേ. എനിക്ക് നേരത്തെ തോന്നിയതാ. 3-4 നല്ല ക്ലിപ്പിംഗ് ഉണ്ട്. ആ 3-മത്തത് എന്റെയാ. വെറൈറ്റിയാ. യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇങ്ങനെയൊന്നും ആയാ എനിക്കൊന്നും തോന്നൂല. കുറച്ചും കൂടി ഒരു അടുപ്പക്കായ. എന്റെ കരുമാടിക്കുട്ട ചക്കരെ, ഞാൻ നിന്നെ കടിച്ചങ്ങ് തിന്നോട്ടടാ. എന്റെ മറ്റവനോട് പോയി പറഞ്ഞാൽ മതി. പിന്നെ എങ്ങനെയാ? ആ ചേട്ടാ, ഞാൻ റൂമിലാ. ആ പോലീസുകാരൻ തന്നെ. ലാത്തിയൊക്കെ ഉണ്ട്. വെറുതെ തൂക്കിയിട്ടിരിക്കുക. അവള് പഠിക്കുക. അവളെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് ഈ മെനക്കേടുണ്ടാവുമായിരുന്നോ? അതെ, ദേഹം നല്ല വേദനയാ. വാങ്ങിച്ചോണ്ട് വരണേ. ഇതൊരു 1/2 മണിക്കൂറിനുള്ളിൽ കഴിയും. 1/2 മണിക്കൂർ മതിയാവൂല്ലോ അല്ലേ? ആരാ വിളിച്ചേ? എന്റെ ഹസ്ബൻഡാ. അയാൾക്കറിയോ പരിപാടി? അറിയാതെ? പുള്ളി എന്തെല്ലാം ബിസിനസ് ചെയ്തതാ, എല്ലാം നഷ്ടത്തിലായി. അവസാനം ഞങ്ങൾ ഒരുമിച്ച് ഇതങ്ങ് തുടങ്ങി. അതിനുശേഷം ഇത്രയും പച്ച പിടിച്ചത്. അയ്യോ, സമയം പോവാ. പുള്ളി സിനിമയ്ക്ക് റിസർവേഷൻ ചെയ്തിരിക്കുക. നീ ഇങ്ങോട്ട് കയറി വന്നപ്പോ
എൻ്റെ ഗായത്രി എന്ന് എനിക്ക് തോന്നിയത്. അവളെപ്പോലൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യമില്ലാണ്ടായിപ്പോയി. മറ്റേ ജീവിച്ചാൽ മതിയെന്ന് ദൈവം തീരുമാനിച്ചു കാണും. പൂമോള്, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്ത് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. വേറെ സ്കൂളില്ല, ട്യൂഷൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു വിഷുവിന്റെ അന്ന് എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് അവന് നേരത്തെ ഇഷ്ടമായിരുന്നു. വിഷുവിന് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവാ. അന്ന് നാടകം കാണാൻ അവൻ എൻ്റെ അടുത്തായിരുന്നത്. അടുത്തിരുന്ന് ആരും കാണാതെ എന്റെ കയ്യിലൊരു ഉമ്മ വെച്ചു. എന്നിട്ട് പിന്നെ കാണുമ്പോഴൊക്കെ അടുത്താരും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. എങ്ങനെയൊക്കെ? ഓ വേണ്ട, പറ. കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, പിന്നെ പിന്നെ എന്റെ മതി, കൈ മേലോട്ട് തന്നെ നിൽക്കട്ടെ. മതി, ഇന്നത്തേക്കുള്ളതായി. ആണെന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് അവനീന്നാ. ആ പിന്നെ അതൊട്ട് അറിഞ്ഞിട്ടുമില്ല. ഹോ, സിനിമ മിസ്സായില്ല. ഇത് മതിയെന്നേ, അതിനു വേണ്ടിയുള്ള പണിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതിനായിരുന്നേ സാറ് ഫോണിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഫോണിൽ ഇതിനേക്ക് അസൂയിക്കും. മോളെ, മോളെ, അങ്കിളിനോട് ടാറ്റ പറ. ശരി സാറേ. ചത്തുപോയി കളിക്ക് എന്തിനാ കൂട്? പണിയായത് എടുക്കാൻ മറക്കണ്ട. ഒന്ന് പോ സാറേ. വാ മോളെ.